സ്വകാര്യ ബസ്സിൽ യാത്രക്കാരന്റെ അഭ്യാസ പ്രകടനം. ഭരണിക്കാവ് കരുനാഗപ്പള്ളി റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലാണ് അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തത്. ബസ് നിർത്താൻ ജീവനക്കാർ കൂട്ടാക്കിയില്ല. അനുജ, എന്തുതരം ലഹരി ഉപയോഗിച്ചാലും ഈ കാണിക്കുന്നതിന് യാതൊരു ന്യായീകരണവുമില്ല. കാരണം അതിൽ അയാളുടെ ഭാഗത്ത് മാത്രമല്ല, അയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അയാളുടെ ബോധമനസ്സിൽ നിന്ന് കാണിക്കുന്നതല്ല ഇത് എന്ന് പറയാം. പക്ഷേ ആ ബസ്സിലെ സ്വകാര്യ ബസ് ജീവനക്കാർ, അത് ഭരണിക്കാവിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് പോയ സംസം ബസ് ആണ്, ആ ബസ്സിലാണ് ഈ അഭ്യാസ പ്രകടനം അപകടകരമായ രീതിയിൽ അയാൾ നടത്തിയത്. പക്ഷേ ഈ യാത്ര ഉടനീളം ഈ അഭ്യാസ പ്രകടനം തുടർന്നിട്ടും ഈ ബസ് ജീവനക്കാർ ബസ് നിർത്താനോ ഇയാളെ ഇറക്കി ഇടാനോ ഒന്നും തന്നെ തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിലെ യാത്രക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഈ സംഭവം നടക്കുന്നത്. അരമത്തവടത്തുനിന്ന് കയറിയ അരമത്തവടം ജംഗ്ഷനിൽ നിന്ന് കയറിയ ഇയാൾ തഴവ ജംഗ്ഷൻ വരെ, ചുറ്റുമല ജംഗ്ഷൻ വരെ ഈ രീതി തന്നെ തുടരുകയായിരുന്നു. അത് വളരെ അപകടകരമായ രീതിയിലാണ് ഇയാളുടെ പെരുമാറ്റവും ഇയാളുടെ അഭ്യാസ പ്രകടനവും എല്ലാം നടക്കുന്നത്. ഇക്കാര്യത്തിൽ ഇന്ന് തൃശ്ശൂരിലടക്കം സ്വകാര്യ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ ഒരു യുവതിക്കടക്കം ദാരുണാന്ത്യം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഇത്തരം സംഭവങ്ങൾ സ്വകാര്യ ബസ് ജീവനക്കാർ വളരെ ലാഘവത്തോടെ അവഗണിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തുവരുന്നത്. അത് സാക്ഷ്യപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പായി എത്തിക്കുന്നത്. ബസ്സിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ അരുൺരാജ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. താങ്കൾ ഈ ബസ്സിൽ ഉണ്ടായിരുന്ന ആളാണല്ലേ? അതെ, ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ എന്താണ് ശരിക്കും ഇയാൾ എവിടെ നിന്ന് കയറിയതാണ്? ഇയാള് അരമത്തുമടം ആ ഒരു ഭാഗത്തുനിന്ന് കയറിയതാണ്. നാട്ടുകാരനാണോ? പരിചയമുള്ള ആളാണോ? പരിചയമൊന്നും ഇല്ല. ഈ പുള്ളിയാണെങ്കിൽ കയറി ഭയങ്കര അലമ്പ്, ഒടുക്കത്തെ സ്മെല്ലൊക്കെ ആയിരുന്നു പുള്ളിയാണ്. മദ്യത്തിന്റെ സ്മെല്ലോ? ആള് വെള്ളം അടിച്ച് തെറ്റിയിരുന്നതാണ്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ഞങ്ങൾ അനാവശ്യമായിട്ട് ഉള്ള വാക്കുകളൊക്കെ ഞങ്ങൾക്ക് നേരെ പറഞ്ഞു പുള്ളി, തെറി പറയുകയൊക്കെ ചെയ്തു. അതെപ്പോ നിങ്ങൾ ഇത് എന്താണ്, ഇത് ബസ് ജീവനക്കാർ എന്താണ് ഇത് കണ്ടിട്ട് അവരെ ഇത് അവഗണിച്ച് മുന്നോട്ട് പോവുകയായിരുന്നോ? അതെ അതെ, അവരത് മൈൻഡ് ചെയ്യാതെ പോയിരുന്നേ. നിങ്ങൾ പരാതിപ്പെട്ടില്ലേ? പരാതിപ്പെടാൻ ഈ പുള്ളി ഞാനിരുന്ന സീറ്റിന്റെ സൈഡിൽ വന്നിരുന്നേ. അതിനുള്ള ആ ഒരു ഇത് വന്നില്ല ഞങ്ങൾക്ക് പരാതിപ്പെടാനായിട്ടുള്ള അവസരം. ഞങ്ങൾ പിള്ളേരാണ്, കുട്ടികളാണ്. അപ്പൊ അടുത്ത സ്റ്റോപ്പിൽ ഞങ്ങൾ അങ്ങ് ഇറങ്ങിയാ ചെയ്ത്. ഓ, അത് ശരി. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ബസ് കണ്ടക്ടറോട് ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലേ, പരാതിപ്പെട്ടില്ലേ? പരാതിക്കാരോട് പറയാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടില്ല. അവരിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവർ ടിക്കറ്റ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഇയാൾ ഈ അഭ്യാസ പ്രകടനം കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബസ് ജീവനക്കാർ നിർത്താതെ പോയത്? നിങ്ങൾ ഒരു യാത്രക്കാരനും ബസ്സിലുണ്ടായിരുന്ന ആരും ഇടപെട്ടില്ല അല്ലേ? ആരും ഇടപെട്ടില്ല. ഇദ്ദേഹം ഇങ്ങനെ സർക്കസ് കാണിച്ച്, തമാശ എന്ന രീതിയിൽ ഇങ്ങനെ സർക്കസ് കാണിച്ചത് അവിടെ കിടന്നു. ആരും പരാതിപ്പെടുന്നില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ അവഗണിച്ച് അവർ ടിക്കറ്റ് കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു.